ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അഹമ്മദാബാദിലെ വിമാന ദുരന്തം ഹൃദയഭേദകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏക യാത്രികനെ ആശുപത്രിയിൽ സന്ദർശിച്ചു. അപകട സാഹചര്യം പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കണ്ടെടുത്തു. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിലെയും ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യ. 16 അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. തിരഞ്ഞെടുപ്പ് ചൂടിൽ നിലമ്പൂർ. പ്രചാരണം സജീവമാക്കി മുതിർന്ന നേതാക്കളും. കേരളത്തിൽ അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 282 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 241 പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാനാപകടത്തിൽ പരിക്കേറ്റവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ സന്ദർശിച്ചു. അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തം ഹൃദയഭേദകമാണെന്നും ഈ വേദന വാക്കുകൾക്കതീതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രക്ഷപ്പെട്ട ഏക യാത്രികൻ ഇന്ത്യൻ വംശജനും ബ്രിട്ടീഷ് പൌരനുമായ വിശ്വാസ് കുമാർ രമേശിനെയും ശ്രീ മോദി സന്ദർശിച്ചു. അപകട സ്ഥലത്തെത്തിയ പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്കൊപ്പം സാഹചര്യങ്ങൾ വിലയിരുത്തി. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ കുടുംബാംഗങ്ങളെയും അദ്ദേഹം സന്ദർശിച്ചു. വിമാനാപകടത്തിൽ മരിച്ചവരിൽ തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. ഇതുവരെ 10ഓളം മൃതദേഹങ്ങളാണ് കുടുംബാംഗങ്ങൾക്ക് കൈമാറിയത്. ബോയിംഗ് 787-8 ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് ഇന്നലെ തകർന്നു വീണത്. അഹമ്മദാബാദിൽ നിന്നും ഇന്നലെ ഉച്ചതിരിഞ്ഞ് 1:38 പറന്നുയർന്ന വിമാനം നിമിഷങ്ങൾക്കകം നിലം പതിക്കുകയായിരുന്നു. BJ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം പതിച്ചത്. പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത ഗോപകുമാരൻ നായരും വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ ഉൾപ്പെടുന്നു. വിമാനം തകർന്നു വീണ പ്രദേശത്തുണ്ടായിരുന്ന 20ലേറെ പേർക്കും ജീവൻ നഷ്ടമായി. വിമാനത്തിന്റെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ അപകട സ്ഥലത്തു നിന്നും കണ്ടെത്തി. ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും വീണ്ടെടുത്തിട്ടുണ്ട്. അപകട കാരണം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവിധ സുരക്ഷാ ഏജൻസികളുടെ നേതൃത്വത്തിൽ തിരച്ചിലും തുടരുന്നു. ഫോറൻസിക് വിദഗ്ധരും എത്തിയിട്ടുണ്ട്. ബോയിംഗ് 787-87 വിമാനങ്ങളിൽ പ്രത്യേക സുരക്ഷാ പരിശോധന നടത്താൻ DGCA എയർ ഇന്ത്യയ്ക്ക് നിർദ്ദേശം നൽകി. വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാരൻ നായരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. രഞ്ജിതയുടെ വീട്ടിലെത്തിയ അദ്ദേഹം ബന്ധുക്കളുമായി സംസാരിച്ചു. മന്ത്രി വീണ ജോർജും രഞ്ജിതയുടെ വീട്ടിലെത്തി. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ആശയവിനിമയം നടത്തിയതായും മന്ത്രി വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതിയെയും മുതിർന്ന സൈനിക നേതാക്കളെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഇന്നലെ രാത്രി നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നു. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ് ജനറൽ ഹുസൈൻ സലാമി, സായുധസേനാ മേധാവി മുഹമ്മദ് ബാഗേരി, ആണവോർജ സംഘടനാ മുൻ തലവൻ ഫെറദൂൺ അബ്ബാസി എന്നിവർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇറാന്റെ നതാൻസ് ആണവ കേന്ദ്രവും ആക്രമിക്കപ്പെട്ടു. ഇസ്രായേലും അമേരിക്കയും ആക്രമണങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ സായുധസേനാ വക്താവ് മുന്നറിയിപ്പ് നൽകി. ടെഹ്റാനിലെ ജനവാസ കേന്ദ്രങ്ങൾ തകർന്നതായും നിരവധി പേർ കൊല്ലപ്പെട്ടതായും ഇറാന്റെ ഔദ്യോഗിക വാർത്താ വിഭാഗം റിപ്പോർട്ട് ചെയ്തു. ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ആശങ്ക അറിയിച്ച് ലോകരാജ്യങ്ങൾ. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇസ്രായേലിലും ഇറാനിലുമുള്ള ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കാനും സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാനും ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇസ്രായേൽ ഏകപക്ഷീയ നടപടിയാണ് സ്വീകരിച്ചതെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഇറാനെതിരായ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായി സൗദി വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചു. ഇസ്രായേലിന്റെ നടപടി അന്താരാഷ്ട്ര നിയമ തത്വങ്ങളുടെ ലംഘനമെന്ന് ഒമാനും നിലപാട് സ്വീകരിച്ചു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 16 അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ട് എയർ ഇന്ത്യ. യാത്രക്കാർക്കായി താമസ സൗകര്യവും ബദൽ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖൊമേനി ഇറാനിൽ പുതിയ സൈനിക മേധാവികളെ നിയമിച്ചു. ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് നടപടി.
വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി സൺ വൈഡോങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിന്റെ നിലവിലെ സാഹചര്യം ഇരുവരും വിലയിരുത്തി. കൈലാസ് മാനസ സരോവർ തീർത്ഥാടനം പുനരാരംഭിക്കുന്നതിൽ ചൈനയുടെ സഹകരണം സംബന്ധിച്ച ചർച്ചകളും നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പരസ്യ പ്രചാരണം അവസാനിക്കാൻ 4 നാൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. മുതിർന്ന നേതാക്കളെയടക്കം മണ്ഡലത്തിൽ എത്തിച്ചുള്ള സജീവ പ്രചാരണമാണ് ഇവിടെ മുന്നേറുന്നത്. ഈ മാസം 19-നാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും 4 മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 17 വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. മലയോര കടൽത്തീര മേഖലകളിലേക്കുള്ള വിനോദയാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ലോസ് ആഞ്ചലസിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ മേഖലയിലെ ഇന്ത്യക്കാർ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമാണ് പ്രഥമ പരിഗണനയെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. We are aware of the developments, and as you are aware, that we take the safety, security and welfare of our citizens abroad with utmost seriousness. The LA region and California in general, it is home to a large community of Indians. We advise all Indian nationals in the region to take suitable safety precautions. Our consulate in San Francisco is closely monitoring the situation and is also remains in close touch with our community members for their welfare. ലോർഡ്സിൽ നടക്കുന്ന ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 282 റൺസ് വിജയലക്ഷ്യം. 3-ാം ദിവസമായ ഇന്ന് ഓസീസിന്റെ 2ാം ഇന്നിംഗ്സ് 207 റൺസിന് അവസാനിച്ചെങ്കിലും 74 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡിന്റെ മികവിൽ സ്കോർ 281-ലെത്തുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 വിക്കറ്റിന് 90 റൺസ് എന്ന നിലയിലാണ്. ഹോക്കി പ്രോ ലീഗ് പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ നാളെ ഓസ്ട്രേലിയയെ നേരിടും. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഇന്ത്യയുടെ പുരുഷ ടീം 5-ാം സ്ഥാനത്തും വനിതകൾ 7-ാം സ്ഥാനത്തുമാണ്. ഗാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച് UN പൊതുസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തെ അനുകൂലിക്കാതെ വിട്ടുനിന്ന് ഇന്ത്യ. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയിൽ രാജ്യത്തിന് കടുത്ത ആശങ്കയുണ്ടെന്ന് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനിനി ഹരീഷ് പറഞ്ഞു. ചർച്ചകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും മാത്രമേ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം പരിഹരിക്കാനാകൂവെന്നും ഇതിനായി യോജിച്ച പരിശ്രമമുണ്ടാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. India is deeply concerned at this deepening humanitarian crisis, and we condemn the loss of civilian lives. I would like to stress that India has always been on the side of peace and humanity. India had earlier abstained in the vote on resolutions. Our vote today is in continuation of this, in the belief that there is no other way to resolve conflicts but through dialogue and diplomacy. Our joint effort should be directed towards bringing the two sides closer. കോഴിക്കോട് തീരത്തിന് സമീപമുണ്ടായ കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാകാവുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. മുൻ MP TN പ്രതാപൻ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന ആഗോള യോഗ ഉച്ചകോടിയായ യോഗ കണക്ട് നാളെ ന്യൂഡൽഹിയിൽ യോഗാ ദിനപ്രമേയമായ ഏകഭൂമിക്കും ഏകാരോഗ്യത്തിനും യോഗ എന്ന ആശയത്തിലൂന്നിയാണ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. അഹമ്മദാബാദിലെ വിമാന ദുരന്തം ഹൃദയഭേദകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏക യാത്രികനെ ആശുപത്രിയിൽ സന്ദർശിച്ചു. അപകട സാഹചര്യം പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കണ്ടെടുത്തു. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിലെയും ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യ. 16 അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. തിരഞ്ഞെടുപ്പ് ചൂടിൽ നിലമ്പൂർ. പ്രചാരണം സജീവമാക്കി മുതിർന്ന നേതാക്കളും. കേരളത്തിൽ അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 282 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.